നോമ്പ് സമയത്ത് സ്കൂളിൽ വരുമ്പോഴാണ് കേട്ടോ ഈ വറുത്തരച്ച ബീഫ് കറിയുടെ സ്മെല്ലാണ് വരാറുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിലോട്ട് ഏകദേശം ഒരു 10 ചെറിയുള്ളി, പിന്നെ തേങ്ങ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയിട്ടെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കണം കേട്ടോ. പിന്നെ പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ മസാല 1 സ്പൂൺ, അതേപോലെ ഗരം മസാല 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. പിന്നെ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ ചിക്കൻ്റെ പാർട്സോ എന്ത് പീസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അല്ല, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബീഫാണ് വേണ്ടിച്ചാൽ വേവിച്ച് ബീഫ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്ന് വെന്ത ശേഷമാണ് കിഴങ്ങ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എത്ര കറി വേണോ അതിനനുസരിച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കിഴങ്ങ് വന്ന ശേഷം ഇവിടെ അരച്ച് വെച്ച് നമ്മുടെ വറുത്ത അരപ്പില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ തൂകി ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ നല്ല പത്തിരിക്ക് ഒരു കപ്പ് ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്.